ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്നിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്ടെന്നൊന്ന് ഞാൻ കപ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ റെസിപ്പി വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല, ടൈമില്ലായിരുന്നു കേട്ടോ. കുറച്ച് മുന്നേ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്തായാലും കുറച്ച് ടൈം വേണം, ഇപ്പോൾ സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അത് റെസിപ്പി ആയിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ. വൈസസൊക്കെ ഇട്ടു, എന്താ വെച്ചാൽ പട്ട, കറാമ്പ്, ഏലക്കായ്, ചെറിയ ജീരകം, വലിയ ജീരകം, അങ്ങനെയുള്ള സാധനമൊക്കെ, കുരുമുളകൊക്കെ ഇട്ടു. ഓയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, കുക്കറിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അത് കുറച്ച് ഇതായതിന് ശേഷം അതിലേക്ക് ഞാൻ ചെറുതായി മുറിച്ചിട്ട് 2 ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ബീഫിനെ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ബീഫ് വേറൊരു കുക്കറിലേക്ക് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇട്ട് കൊടുത്തു, പേസ്റ്റാണ് കേട്ടോ, അതൊക്കെ ഇട്ട് കൊടുത്തു. തക്കാളി നല്ലപോലെ ജ്യൂസാക്കിയിട്ട് പേസ്റ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ പൊടിയായി അരിഞ്ഞിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പൊടികളും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ തക്കാളിയിലൊക്കെ കുറച്ച് വലുതായിട്ട് വാടി വരണമെന്നില്ല, കുറച്ചൊന്ന് വാടി വരുമ്പം നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. അതുപോലെ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ 2 മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ. മുളക് പൊടി ഇട്ട് കൊടുക്കുക, മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക, എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്, എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പച്ചമുളക് ഞാൻ ചേർത്തിട്ടില്ല, പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. പച്ചമുളക് ഞാൻ മുറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ക്യൂബ് ഇട്ട് കൊടുക്കുക, ഞാൻ 2 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ട്. അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കുക മാഗി ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ഉപ്പ് കണക്ക് കിട്ടുമല്ലോ. ഞാൻ ഫസ്റ്റ് മാഗി ക്യൂബ് ഇട്ടിട്ടില്ല, ലാസ്റ്റാണ് ഇട്ടത്. പച്ചമുളക് ഇതിലേക്ക് നടുവേ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കപ്സൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, അത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. അതിപ്പോൾ കപ്സ മസാലപ്പൊടി ഇല്ലെങ്കിൽ മന്തി മസാലപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പക്ഷെ അതിന് കൂടുതൽ ടേസ്റ്റ് കപ്സ തന്നെയാണ് കേട്ടോ, കപ്സൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കലാന്ന്. അപ്പോൾ ഇതൊക്കെ നല്ല പോലെ ഉള്ളിയും തക്കാളി എല്ലാം മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്, നല്ല പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ബീഫ് മുന്നേ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഇതാണ് കേട്ടോ. അപ്പം ബീഫിലെ കുരുമുളകും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ, ഉപ്പൊക്കെ ഇട്ടിട്ടാണ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ഗ്രേവി ഒഴിച്ച് കൊടുക്കരുത്, ഗ്രേവി നമുക്ക് അരി ഇടുമ്പോൾ അതിൻ്റെ വെള്ളം കൂടി കണക്കാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ 1 കപ്പ് അരിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതിൻ്റെ ഗ്രേവിയും അതിലേക്ക് ബാക്കിയുള്ള അരി കണക്കായ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ബസ്മതി റൈസാണ് കേട്ടോ ഞാൻ എടുത്തത്. അത് കുറച്ച് മുന്നേ കുറച്ച് കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് 2 തരമാണ് കേട്ടോ ഉണ്ടായത്. എനിക്ക് 2 കളർ അരിയാണ് കേട്ടോ ഉണ്ടായത്, കുറച്ചായിട്ട്. അപ്പോൾ അത് 2 കൂടി ഒന്നിച്ച് തന്നെ കേട്ടോ ഞാൻ വേവിക്കുന്നത്. 2നും ഒരേ വേവ് തന്നെയാണ് എനിക്കങ്ങനെ കിട്ടിയത് കേട്ടോ. അപ്പോൾ അത് ആ വെള്ളമൊക്കെ കണക്കായി ഒഴിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബീഫ് വേവിച്ച് അതും ഇട്ട് കൊടുത്തു. മുക്കാൽ വെന്തതാണ് കേട്ടോ ബീഫ്, നല്ലോണം വെന്തതല്ല. അതിനുശേഷം അരിയും ഇട്ട് കൊടുത്തു. സമയത്ത് ഉപ്പ് എരിവൊക്കെ ഉണ്ടാകുന്ന നോക്കുക, എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. പെട്ടെന്നുണ്ടാക്കി തട്ടിക്കുട്ടി കപ്സ കേട്ടോ, കപ്സയായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാവും, കുറച്ച് വെള്ളപ്പെട്ട് കാണുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന സമയത്ത് അതൊക്കെ റെഡി ആവും കേട്ടോ. പിന്നെ എന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം, മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല, ഞാൻ മൊത്തമായിട്ട് ഇളക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ വേവിച്ചതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മുന്നേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടില്ല, അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് പെട്ടെന്നുണ്ടാക്കിയ ഒരു കപ്സ കേട്ടോ. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി, മാഷാ അല്ലാഹ്, അടിപൊളിയാണ് കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നിരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.